ഇത്തിരി ഹെവി 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 സാധനമാണ്. ഓക്കെ, ഒരെണ്ണെങ്കിലും നമുക്ക് പൊട്ടിക്കണം. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു സാധാരണ മാട്രസ് അല്ല. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ എമയുടെ പുറകെ പോകുന്നത്? എമ മാട്രസിന്റെ കംഫർട്ട് ആൻഡ് ഡ്യൂറബിലിറ്റി അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തുടങ്ങിയാലോ പണി? അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ പരീക്ഷണ വസ്തു. അപ്പോൾ നമ്മുടെ പരീക്ഷണ വസ്തു എന്ന് പറയുന്നത് എമയുടെ ബെഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബെഡിന്റെ കൂടെ 2 സിലിക്ക ജെല്ലിന്റെ പാക്കറ്റും അതുപോലെ തന്നെ യൂസർ മാനുവലും ഇവരുടെ സ്പെഷ്യൽ ടൂളും തന്നിട്ടുണ്ട്. ഇത് എമയുടെ ഒരു സ്പെഷ്യൽ ബ്ലേഡ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ ബെഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ യൂസർ മാനുവൽ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എമ മാട്രസിന്റെ അൺബോക്സിങ് വളരെ സാറ്റിസ്ഫൈങ് ആട്ടോ. ഇനി നമ്മുടെ സ്പെഷ്യൽ ടൂൾ വെച്ചിട്ട് നമ്മുടെ ബെഡിന്റെ മുകളിലെ ഷീറ്റ് നമ്മൾ മുറിക്കാൻ പോവാണ്. അതേ നമ്മുടെ ടൂൾ വെച്ച് നോക്കി സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഷീറ്റ് ഇങ്ങനെ മുറിച്ച് മാറ്റാട്ടാ. നമ്മുടെ മുമ്പിൽ വിരിഞ്ഞ് കിടക്കുന്നതാണ് നമ്മളുടെ എമ ജർമ്മനി. എവിടെ ബെഡുമ കിടന്നപ്പോൾ തന്നെ ഇല്ലേ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പതുന്നിരിക്കണേ. മുഴുവനായിട്ട് ഇത് ഡീകംപ്രസ് ചെയ്ത് കറക്റ്റ് ഫോമിലേക്ക് എത്താനായിട്ട് 5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എമ ഒറിജിനൽ മാട്രസിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇല്ലേ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മേഘക്കൂട്ടിൽ കിടക്കണം എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടൂട്ടാ. അത്രയ്ക്ക് രസമുണ്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഡീകംപ്രസ് ആയി വരാനായിട്ട് 4 to 5 മണിക്കൂർ എടുക്കും ഇതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് എത്താനായിട്ട്. എമ മാട്രസിൽ നമ്മൾ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ടും സോഫ്റ്റ്നെസ്സും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഈസി ടു ഹാൻഡ്ലിംഗ്. പിന്നെ മച്ചാൻ വരെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എമ മാട്രസ് ഒരു ഓർത്തോപീഡിക് സപ്പോർട്ട് വിത്ത് കൂളിംഗ് സെൻസേഷൻ തരുന്ന ബെഡാണെന്ന്. പിന്നെ നമ്മുടെ എമ മാട്രസിൽ മോഷൻ അബ്സോർപ്ഷൻ ഫീച്ചർ തന്നിട്ടുണ്ട്. യൂറോപ്പിലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആയിട്ടുള്ള എമ ജർമ്മനി ഒരുപാട് സയന്റിഫിക് ടെസ്റ്റുകളും ക്വാളിറ്റി എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ബെഡുകൾ നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അതിലും കഠിനമായിട്ടുള്ള നമ്മുടെ എക്സ്പെരിമെന്റ്സിന് ഈ ഒരു ബെഡിന് താങ്ങാനായിട്ട് പറ്റുമോ, ഇതിന് എന്തൊക്കെ ഡാമേജുകൾ അത് കാരണം ഉണ്ടാവും, എത്രത്തോളം ഇത് പിടിച്ചു നിൽക്കുന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മച്ചാമാർ ഇനി എക്സ്പെരിമെന്റിലേക്ക് കിടക്കാനുള്ള നേരമായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് ഒരു ക്രഷ് ടെസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിത്തരാം മക്കളെ, നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ക്രഷ് ടെസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ബൈക്കാണ്. ഈ വരുന്ന ബൈക്ക് നമ്മുടെ ബെഡിൽ കയറി ഇറങ്ങിയാൽ ബെഡിന് എന്ത് സംഭവിക്കും? അത് കഴിഞ്ഞാൽ വരുന്നത് ഇച്ചിരി ഹെവിയാണ്, നമ്മുടെ താറാണ് വരുന്നത്. താറും കയറി ഇറങ്ങിയാൽ എന്ത് പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ സ്വന്തം മല്ലയ്യ കയറും. അതിനുശേഷം ഈ കാണുന്ന JCB കയറും. ഫൈനലി ടണ്ണുകൾ വെയിറ്റ് വരുന്ന നമ്മളുടെ ഒരു ബസ് ഇതിൻ്റെ മുകളിൽ കൂടി കയറി ഇറങ്ങും. ഇതാണ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാല്ലേ. അങ്ങനെ നമ്മുടെ ബെഡിന്റെ മുകളിൽ കയറിയുള്ള വണ്ടികൾ റെഡിയാണ്. ഓരോന്നായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൈക്ക് ഉണ്ട്, അതുപോലെ നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇത് റെഡി ആയിക്കാണ്. അപ്പം ഇനി ക്രഷിംഗ് ടെസ്റ്റാണ് മക്കളെ. ബാ, നമ്മുടെ ബെഡ് കൂട്ടണേ നമ്മൾ അവിടെ കയറാൻ ഭാഗത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടെസ്റ്റിനുള്ള സമയം വന്നെത്തിയിരിക്കുകയാണ്. ഇനി ഇതേ ഓരോ വണ്ടികളായിട്ട് നമ്മൾ ഈ ബെഡ് മേക്ക് കയറ്റി ഇറക്കാൻ പോവാണ്. ബെഡിന് എന്ത് പറ്റും നോക്കാം നമുക്ക്, ബെഡിന് താങ്ങാൻ പറ്റുമെന്ന് അറിയണ്ടേ. അപ്പോൾ ഓരോ വണ്ടികളായിട്ട് വരേണ്ട മോനെ പോരെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബൈക്കാണ് കയറ്റി ഇറക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ബൈക്ക്. അത് നല്ല വെയിറ്റുള്ള ബുള്ളറ്റ് ബൈക്കാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറ്റാൻ പോകുന്നത്. കയറ്റിക്കോ മോനെ. ഓക്കെ, പോട്ടെ. അടുത്തത് ഇച്ചിരി കൂടി ഹെവി ആയിട്ടുള്ള ആളാണ്. നമ്മുടെ താറ് വണ്ടി കയറി ഇറങ്ങി എന്തായി, നമ്മുടെ ബെഡിനൊന്നും പറ്റിയില്ല. അടുത്തത് നമ്മുടെ സ്വന്തം എയ്സ് ആണ്. കയറി പോണ നോക്കിയതല്ല, പഴം പോലെയാ കയറി പോകുന്നത്. ഇനിയുള്ളത് ഇത്തിരി ടഫാണ്. നമ്മുടെ JCB നമ്മുടെ ബെഡിൽ കയറി ഇറങ്ങാണ്. ഒന്നും പറ്റിയില്ല. ഇനിയുള്ളത് ഇത്തിരി ഹെവി സാധനമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്ക് മോനെ, ആ വീല് മൊത്തം കയറി ഇറങ്ങിയിട്ടും നമ്മുടെ ബെഡിന് ഒന്നും പറ്റിയില്ല. പ്രവീ നോക്കിയാടാ, ഒന്നും പറ്റിയില്ലടാ.
മുകളിൽ ചെളിയായതല്ലാണ്ട് ഒന്നും പറ്റിയില്ല. നീ നോക്കിയേ, നീ വന്ന് നോക്കിയേ, ഒരു പ്രശ്നമില്ലാണ്ട് ബെഡ് ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു JCBയുടെ കയ്യിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി സിമന്റ് കട്ടകളാണ്. ഈ കാണുന്ന സിമന്റ് കട്ടകൾ നമ്മൾ ഹൈറ്റ് ചെയ്യുന്ന നേരെ നമ്മുടെ ബെഡിലേക്ക് ഇടാൻ പോവാണ്. ബെഡിന് താങ്ങാൻ പറ്റുമെന്ന് അറിയണ്ടേ? അപ്പൊ നമ്മളുടെ ബെഡിന്റെ മുകളിലേക്ക് ഈ കട്ടകൾ നമ്മൾ ഇടാൻ പോവാണ്. ഓക്കെ, പൊക്കിക്കോ പൊക്കിക്കോ, ഹൈറ്റിലേക്ക് പോകട്ടെ മാക്സിമം. ഓക്കെ, ഇട്ടോ. നമ്മളുടെ കട്ടകളിൽ 1-2 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ ബെഡിൽ തന്നെ വീണിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്തായി നമ്മുടെ ബെഡിൽ നിന്ന്. ഓക്കെ, നമ്മുടെ കട്ടകളൊക്കെ ഇപ്പൊ തന്നെ എടുത്ത് മാറ്റി ലൈവായിട്ട് നോക്കാട്ടോ നമുക്ക് ബെഡിന് എന്തെങ്കിലും പറ്റുമോന്ന്. ഓ, പണ്ടത്തെ പോലെ തന്നെ ഒരു ഡാമേജും ഇല്ല. നോക്കിയേ, ഇത്ര ഹൈറ്റിൽ നിന്ന് കട്ട വീണിട്ട് ആകെ വന്ന ചെറിയൊരു ഡാമേജ് നോക്കിയേ, ഇവിടെ ചെറുതായിട്ടൊന്ന് തുണി ഒന്ന് പിന്നിയിട്ടുണ്ട്. അതല്ലാതെ എക്സ്പെരിമെന്റ് നമ്പർ 2 ഡ്രോപ്പ് ടെസ്റ്റും നമ്മുടെ ബെഡ് അതിവിദഗ്ധമായി വിജയിച്ചിരിക്കുകയാണ്. ഇനിയാണ് മക്കളെ നമ്മൾ ശരിക്കൊന്നും നോക്കണ്ടേ എന്തായിന്ന്. ഓ, നല്ല വെട്ടത്ത് കൊണ്ടുപോയിട്ടിട്ട് ഞാൻ കാട്ടി തരാട്ടാ. ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചിട്ടും ഇതേ നോക്കിയേ, നമ്മളുടെ ബെഡ് ഇപ്പോഴും ഇരിക്കണം. നോക്കിയതേ, ഇതിൻ്റെ മുകളിലൊക്കെ മണ്ണ് തെറിച്ചതാണ് കേട്ടാ. നമ്മൾ ആ വീല് ഇവിടെ കുത്തിയിട്ട് കറക്കിയിട്ട് വരെ ഇതിനൊന്നും പറ്റിയില്ല. നോക്കിയേ, തട്ടുമ്പോൾ പൊടി പോയി കഴിഞ്ഞാൽ പുത്തൻ ബെഡ് ഇതേ കണ്ടാ. എന്റെ പൊന്നോ എമ്മേ, ഞെട്ടിച്ചൂട്ടോ. അപ്പൊ ഇനാളത്തെ എക്സ്പെരിമെന്റ് ക്രെയിൻ ഡ്രോപ്പിംഗ് എക്സ്പെരിമെന്റ് ആണ്. ഈ കാണുന്ന ക്രെയിനില്ലേ, ഇതിന്റെ മുകളിൽ നിന്ന് നമ്മളുടെ ഒരു ബെഡ് നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മളുടെ ബെഡ് മാക്സിമം ഹൈറ്റിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മുടെ ബെഡിന് എന്തെങ്കിലും ഡാമേജ് വരുമോ എന്ന് അറിയാൻ. അപ്പൊ ഇനി നമ്മൾ ഡ്രോപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കാണ്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ബെഡും നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു നോക്കാം എന്താണ് അവസ്ഥ. അത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇതിനും യാതൊരു ഡാമേജും പറ്റിയിട്ടില്ല. ഇനി അടുത്ത എക്സ്പെരിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് ടെസ്റ്റ് ആണ്. സാധാരണ നമ്മൾ എമ മാട്രസിൽ ഒരുപാട് എഗ് ടെസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അതിൻ്റെ ഉണ്ട്. അതായത് മുട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടന്നു കഴിഞ്ഞാൽ ഒരു മുട്ട പോലും പൊട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മാട്രസിൻ്റെ പ്രത്യേകത. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി വേണ്ടേ? നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ബെഡ് കൂടി വെച്ചിട്ട് ഒരു ശയന പ്രദക്ഷിണങ്ങൾ നടത്താൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ബെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത ബെഡ് വെക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കോഴിമുട്ടയുണ്ട്. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നാ കിടന്നു. ഇനി 2 ഉരുണ്ട പൊട്ടട്ടെ, മുട്ടയൊക്കെ എല്ലാ മുട്ടയും പൊട്ടിപ്പോട്ടെ. ഉരുണ്ടോ ഒരു 10 ഉണ്ടെങ്കിലും ഉരുളണം, എന്നാലും നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. മതി. 1 മിനിറ്റ്. ഇനി നമുക്ക് നോക്കാട്ടാ നമ്മുടെ മുട്ടയൊക്കെ പൊട്ടിയ ഇല്ലേന്ന്. ഓ, അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മുട്ട പോലും പൊട്ടിയിട്ടില്ല.
അപ്പോൾ ഇത് പോരാ, ഇതിൽ കാഠിന്യമായ എന്തെങ്കിലും നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത സാധനം ഒന്നും ഏറ്റിട്ടില്ല അല്ലേ? അപ്പോൾ ഇനിയും കൊടുക്കുകയാണ് നമ്മൾ. കയറി നിന്നിട്ടൊക്കെ 2 ചാട്ടമൊക്കെ ചാടി നോക്കാം. ശബ്ദം കേൾക്കുന്നുണ്ടോ മുട്ട പൊട്ടുന്നതിൻ്റെ? കേട്ടാ ശബ്ദം കേട്ടാ? പോടാ. അതെ അല്ലേ? നിന്ന് ഇറങ്ങി. ആ നിനക്ക് വെയിറ്റ് ഉണ്ട്. പൊക്കെ ലൈവായിട്ട്. ഇല്ലടാ, ഒരു മുട്ട പോലും പൊട്ടിയില്ലടാ. സേഫ് ആൻഡ് സെക്യൂർ. നോക്കിയേ, ഒരു മുട്ട പോലും പൊട്ടിയില്ല. ചെളിയുള്ള മുട്ടയാണ്. നോക്കിയടാ ഒരു മുട്ട പോലും പൊട്ടിയിട്ടില്ലടാ. ഇമാതിരി ജമ്പ് ചെയ്ത് കയറി എന്നിട്ട് പോലും പൊട്ടിയില്ല. എൻ്റെ പൊന്നോ, ഇതുകൊണ്ടൊന്നും ഇത് പൊട്ടൂല. പക്ഷെ നമ്മൾ ഒരെണ്ണെങ്കിലും പൊട്ടിക്കും. അതാണ് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം. മോനെ ഒന്നും നോക്കണ്ട, കയറിക്കട എല്ലാവരും വാ. ഒരെണ്ണെങ്കിലും നമുക്ക് പൊട്ടിക്കണം. എന്തത് പൊട്ടി? ഒരെണ്ണം പൊട്ടി, ശബ്ദമുള്ള കേട്ടത്. ഒരെണ്ണം എന്തായാലും പൊട്ടിയിട്ടുണ്ട് കേട്ടാ. ഓ നമ്മള് ഇത്രയും പണി കൊടുത്തിട്ടാ, ഇത്രയും പണി കൊടുത്തപ്പോ ഒരു 3 മുട്ട പൊട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കോഴിമുട്ടയ്ക്ക് നാണക്കേടല്ലേ, അതിന് വേണ്ടി കൊടുത്താണത്. അപ്പം വച്ചാൽ നമ്മുടെ എമ മാട്രസിന് നമ്മൾ കൊടുത്ത അതികഠിനമായിട്ടുള്ള ടെസ്റ്റുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചെയ്ത ഓരോ ടെസ്റ്റുകളിലും എത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ എമ്മയുടെ ബെഡ് പിടിച്ചു നിന്നെന്നുള്ള കാര്യം. സംഭവം അടിപൊളി മാട്രസ് എന്നുള്ള കാര്യത്തിൽ ഇനി സംശയം തെറ്റാ. ഇനി ഇതിൻ്റെ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇന്ത്യൻ സ്ലീപ്പിന് വേണ്ടിയിട്ടായിട്ട് സ്പെഷ്യലി മേക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എമ്മ മാട്രസിന്റെ ടോപ്പ് ലെയർ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു കംഫർട്ടും അതുപോലെ തന്നെ ബ്രീത്തബിലിറ്റി നമുക്ക് തരുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സോഫ്റ്റ് ആണ് എമ്മ ഒറിജിനൽ മാട്രസ്. എമ്മ മാട്രസ് ഫാസ്റ്റ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ്. അതേപോലെ നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. 100 നൈറ്റ് ഫ്രീ ട്രയലും അതുപോലെ തന്നെ വേറെ ആർക്കും നൽകാനാവാത്ത രീതിയിലുള്ള 15 വർഷത്തെ വാറണ്ടിയും ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. 33 കൺട്രീസിൽ അവൈലബിൾ ആയിട്ടുള്ള എമ്മ മാട്രസ് ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ 55% ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന ടെക്40 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അഡീഷണൽ 15% കൂടി നിങ്ങൾക്ക് ഓഫർ കിട്ടും. അപ്പോൾ വച്ചാൽ നമ്മൾ കൊടുത്ത അതികഠിനമായ ഈ എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ച എമ്മ മാട്രസിന് നിങ്ങൾ കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ബെഡ് കൂടിയാണ് എമ്മ മാട്രസ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, അതിൽ നമ്മൾ ഒരു ദിവസത്തിൽ കിടന്നു കഴിഞ്ഞാലേ അതിൻ്റെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ എന്തായാലും വച്ചാൽ എമ്മ മാട്രസിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ നിങ്ങളുടെ എമ്മ മാട്രസ്. അപ്പോൾ വച്ചാൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മക്കൾ ഇതിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രയോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.